മോഹൻലാലിന്റെ ഈ അടുത്ത കാലത്തെ ചിത്രങ്ങളായ എമ്പുരാനും തുടരും രണ്ട് സിനിമയും ബോക്സ് ഓഫീസ് ഹിറ്റാക്കി. അത് വളരെ വലിയ രീതിയിൽ 100 കോടിയിലേക്ക് പോയി. ബോളിവുഡ് താരങ്ങളെ പോലും അത്ഭുതപ്പിക്കുന്ന തരത്തിൽ വലിയ തോതിൽ അത് ഹിറ്റായി. അപ്പോൾ അതിങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ശില്പ ഷെട്ടി ഒരു കന്നഡ ചിത്രത്തിന്റെ ടീസറുമായി കൊച്ചിയിൽ വന്നത്. അപ്പോൾ അതിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി സംസാരിച്ചു വന്നപ്പോൾ അവർ തമിഴിലും കന്നഡയിലും തെലുങ്കിലും ഒക്കെ ഹിന്ദിയിലും ഒക്കെ ധാരാളം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും അവർ മലയാളത്തിൽ അങ്ങനെ അഭിനയിച്ചിട്ടില്ല. അപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട് മലയാളത്തിൽ എന്താണ് ഇങ്ങനെ അഭിനയിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് വളരെ വികാര പ്രകടനങ്ങളൊക്കെ മലയാളത്തിൽ കൃത്യമായി വരുന്നുണ്ട്, അതെനിക്ക് ഭയമാണ് അങ്ങനെയൊക്കെ അഭിനയിക്കാൻ. എന്തായാലും എനിക്ക് നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് നല്ല സിനിമയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോഹൻലാലിൻ്റെ സിനിമ. അപ്പോൾ ചോദിച്ചു ആരോടാണ് അഭിനയിക്കാൻ കൂടുതൽ താല്പര്യം എന്ന് ചോദിച്ചാൽ മോഹൻലാൽ സമ്മതിച്ചാൽ മോഹൻലാലിനോട് അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന് ശില്പ ഷെട്ടിയുടെ ഒരു വാർത്ത ഈ സിനിമാ ലോകത്തുനിന്ന് വരുന്നുണ്ട്. നമ്മൾ വളരെ വ്യത്യസ്തമായ വിഷയങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിലാണ് ഇത്തരം എൻ്റർടൈൻമെൻറ്റ് വിഷയങ്ങൾ കൂടി ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ വരുന്ന വാർത്ത അനുസരിച്ച് ശില്പ ഷെട്ടിയുടെയും മോഹൻലാലിൻ്റെയും പുതിയ സിനിമ വരുമോ എന്നുള്ളത് സിനിമാ ലോകത്തെ വലിയൊരു വാർത്തയായി വന്നിട്ടുണ്ട്. എന്തായാലും ശില്പ ഷെട്ടി ഇങ്ങനെ മനസ്സ് തുറന്ന് നോക്കത്താ ദൂരത്ത് നല്ല സിനിമയെന്നൊക്കെ പറഞ്ഞ സാഹചര്യത്തിലും ഒരു ഹോളിവുഡ് സിനിമകളുടെ നിലവാരത്തിലേക്ക് മോഹൻലാലിൻ്റെ തുടരും എമ്പുരാൻ സിനിമകൾ പോയ സാഹചര്യത്തിലും തീർച്ചയായിട്ടും മലയാളിക്ക് ഒരു ബോളിവുഡ് താരമായ ശില്പ ഷെട്ടിയുടെയും ഇന്ത്യയിൽ അറിയപ്പെടുന്ന നടിയാണ്, ലോകത്തും അറിയപ്പെടുന്ന നടിയാണ്. സിനിമാ രംഗത്ത് ആ നടിയുടെയും ലോകം തന്നെ അറിയുന്ന, ഇന്ത്യ അറിയുന്ന വലിയ നടനെന്ന് ശില്പ ഷെട്ടി ഉൾപ്പെടെ വിലയിരുത്തിയിട്ടുള്ള അല്ലെങ്കിൽ വലിയ നടനായിട്ടുള്ള മോഹൻലാലും തമ്മിലുള്ളൊരു ചിത്രം വരുമോ എന്നുള്ളതാണ് കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ നോക്കത്താ ദൂരത്ത് കണ്ണും തട്ട് പോലെ ഇനി മനോഹരമായ ചിത്രങ്ങൾ മോഹൻലാലിൻ്റെ ഭാഗത്തുനിന്ന് വരുമോ, പിന്നെ ഈ പ്രണയ ചിത്രങ്ങളൊക്കെ വരുമോ, അതിനകത്ത് തീർച്ചയായും ശില്പ ഷെട്ടി ഉണ്ടാവുമോ എന്നുള്ള ഒരു ചർച്ചയും സിനിമാ ലോകത്ത് കൗതുകമായിട്ടുണ്ട്. എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.